എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ വോയിസ് ഒക്കെ ഓൺ ദി സ്പോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ നോക്കിയതാ ബാക്ക് വോയിസാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടാനും കുറേ വൈകിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസത്തെ മുമ്പത്തെ വീഡിയോ ആണ്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ടാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കുറച്ചാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടതാണ്. നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് നമ്മളെ മുത്തപ്പനെ കാണാൻ പോവാന്ന് പറശ്ശിനിക്കടവിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ 2 മണിക്ക് എണീറ്റതാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ തെയ്യം കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ 7 മണിനേക്കാളും മുമ്പ് എന്തായാലും എത്തണം. ശരിക്കും പിള്ളേർ നോക്കിയേ ഞാൻ വിചാരിച്ചും പിള്ളേരൊന്നും എണീക്കില്ല. ശരിക്കും ഞാനും അമ്മയും അനിയനും അതുപോലെ തന്നെ പിന്നെ ബാക്കി എല്ലാവരും പിള്ളേരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരൊന്നും എണീക്കലാന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും. പക്ഷെ എന്നെ ഞെട്ടിച്ചിട്ടോ. എന്നെക്കാളും വേഗം അവർ എണീച്ച് റെഡിയാവാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ എന്താ ഞങ്ങൾ റെഡിയായി ഏകദേശം ഒരു 3:45-4 മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പുറപ്പെട്ടത് കേട്ടോ അങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ എത്തിയതെന്ന് പറയുന്നത് 6:10 ഞങ്ങൾ കണ്ണൂർ പറശ്ശിനിക്കടവിലേക്ക് എത്തിയായിരുന്നു. ശരിക്കും തെയ്യത്തിനെ കാണാൻ പറ്റുമെന്നൊരു ചെറിയൊരു പേടി ഉണ്ടായി. പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ പോകുമ്പോൾ തെയ്യം ഉണ്ടായിരുന്നു. 7 മണി വരെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ശരിക്കും കാലിടാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ മുത്തപ്പനെ കാണാനും പറ്റി തൊവാനും പറ്റിയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയായിട്ട് ഞാൻ നൂറ് പിടിച്ച് എത്തിയിട്ടാ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ പിള്ളേർ കുറച്ച് അവരെല്ലാം പുറത്തുനിന്ന് പറഞ്ഞാൽ അകത്തേക്ക് വന്ന് തൊഴുതു. പിന്നെ മുത്തപ്പൻ്റെ അങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ട് അത്രക്കും തിരക്കായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും പോകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയായിട്ട് പോയി കേട്ടാ തൊഴുതു വന്നു ഞങ്ങൾ. പിന്നെന്താ ശനി ഞായർ പോയ തിരക്കെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വ്യാഴാഴ്ച പോയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു. 2 ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ട് പിന്നെ വീഡിയോസൊന്നും അകത്ത് അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കുന്നത് എനിക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യം. അതുകൊണ്ട് വലിയ വീഡിയോസൊന്നും എടുത്തിട്ട് ചെറുതായിട്ട് എടുത്തിന്. പിന്നെന്താ ഇവിടേക്ക് വേണ്ടിയിട്ട് ഒരു കളിപ്പാട്ടം മേടിച്ചിട്ടാ. ഭയങ്കര റേറ്റ് ആട്ടോ അവിടെ, ഭയങ്കര റേറ്റാണ് കളിപ്പാട്ടത്തിനല്ലോ. അതുകൊണ്ട് എല്ലാ പിള്ളേർക്കും ഒന്നും മേടിച്ചില്ല. ചെറിയ പിള്ളേർ 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ കൂടി വാങ്ങിച്ച് ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്ന് 8 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ മാടവക്കാവോട് പോയിനായിരുന്നു. ഏകദേശം 8:30 അവിടെയും എത്തിന്. പിന്നെന്താ പൂജാകുന്ന സമയമായിരുന്നു. അവിടെയും കുറേ ക്യൂ ഒക്കെ നിന്ന് അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്താ ഇങ്ങനെ ഒരു ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരോടിട്ട് അനിയും വെറുതെ ചോദിച്ചതാണ് ബീച്ചിൽ പോകണമെന്ന് ചോദിച്ചു. അവർ ഓൺ ദ സ്പോട്ട് പോകണമെന്ന് വാശി പിടിച്ചു വിട്ടാ. പിന്നെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടാ. എന്ന് പറഞ്ഞാൽ പകലാന്ന് എന്ന് പറഞ്ഞാൽ ഉച്ചക്കാവും. ഏകദേശം ഒരു 12 മണിയാവും നമ്മൾ എന്തായാലും എത്തുമ്പോഴത്തേക്ക്. ഒരു കാര്യവുമില്ല. വെയിലത്ത് എങ്ങനെയാണ് ബീച്ചിലൊക്കെ പോകുന്നത് ഇങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വൈകുന്നേരം വന്ന് പോവാമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പിള്ളേർക്കൊരു ഡൗട്ട് എന്താ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാതാന്ന് അവർക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ പോകണമെന്ന് അവർ വാശി പിടിച്ചു. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ബീച്ചിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ്. ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിൽ പോയി. റോഡ് നല്ലതുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ന് പറഞ്ഞാൽ 3:45 ഇറങ്ങിയിട്ട് 6:10 ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തിന്. കാരണം എന്ന് പറഞ്ഞാൽ റോഡ് നല്ല ഫ്രീ ആണ്. പിന്നെ നോക്കിയാൽ ഞങ്ങൾ ബേക്കൽ ഫോർട്ടാണ് പോയത്. അറിയാലോ നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം സ്ഥലമാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞാൽ. കോട്ടയിൽ കയറിയിട്ടില്ല, ബീച്ച് മാത്രമാണ്. റെഡ് മൂൺ ബീച്ചിലാണ് പോയിട്ടുള്ളത്. ബീച്ചിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വെയിലിട്ടാ. ഒരു കാര്യവുമില്ല പോയിട്ട് അത്രക്കും വെയിലായിരുന്നു. എന്തായാലും പിള്ളേർ എൻജോയ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുട്ടാ. ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ കണ്ടോ, ഇതൊക്കെയാണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. ബീച്ചിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ബീച്ച്. വരുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം കണ്ടാ പിന്നെ അവിടുന്ന് തിരിച്ചു വരില്ല കേട്ടാ. അങ്ങനെ ബൈക്കിടന്ന് വെള്ളത്തിന് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ. ഇത് വരുന്നുണ്ട് പിള്ളേർക്ക് അങ്ങനെ എന്താ പറയുക നമുക്ക് രീതിയാക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഇവിടെ പിന്നെയും ഓടുന്നുണ്ട് കേട്ടാ. നമ്മളുടെ ടെൻഷൻ അടിച്ച് നിന്നിട്ടുണ്ട്. ഞാൻ സാരി എടുത്തോണ്ട് എല്ലാവരും മടങ്ങിയിട്ടാണ്. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് വലിയൊരു തിര വന്നത്. അതുകൊണ്ട് എല്ലാവരും വന്നത്. ഇത് തിരിപ്പടക്കം കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എടുത്തിട്ട് വന്നതാണ്. വീട്ടിലേക്ക് പോണേനും എന്നെ പോണ വീട്ടിൽ എനിക്ക് അവിടെ പൊക്കം പറഞ്ഞ ഇതൊരു വൈകുന്നേരം സമയമായിരുന്നെങ്കിൽ പൊളിക്കടി ശരിക്കും. പിന്നെ ഈ സാരി ഉണ്ടായിരുന്നു. എന്തെന്ന് ചുരിദാറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവാൻ മിസ്സായിട്ടാ. വൈകുന്നേരം വരാൻ തീരുമാനിച്ചതാണ്. പിന്നെ
വൈകുന്നേരം ഇപ്പോൾ പോയിട്ട് മടിയാവും, തിരിച്ചു വരാൻ മടിയാവും എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കയറിയത്. അങ്ങനെ നമ്മളിവിടുന്ന് മടങ്ങുന്നുണ്ട്. ഇവിടെ കുറേ റൈഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല റൈഡിങ്സ് എല്ലാം ഉണ്ട്, വൈകുന്നേരമാണ്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്, ജസ്റ്റ് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.